6GB റാമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് വിൻഡോസ് 10 Pro ആണ്, 64 ബിറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത് നമുക്ക് 128-ൻ്റെ ഐക്വിഷൻ്റെ SSD ആണ് വരുന്നത്. അഡീഷണൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒരു 1TB ഹാർഡ് ഡിസ്കും ഇതിൽ യൂസ് ചെയ്തത്. നമസ്കാരം, ആൾറൗണ്ട് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. ഇത് നമുക്ക് 4 ഫുൾ സെറ്റ് ഡെസ്ക്ടോപ്പുകളാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നമുക്ക് സെയിൽസിനുള്ളതാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഡെസ്ക്ടോപ്പുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം വന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് രണ്ടും ലെനോവോയുടെ CPU ആണ്. ഇത് നമുക്കൊരു AMDയിൽ വരുന്ന ഏസർ ബ്രാൻഡിൻ്റെ ഒരു CPU ആണ്. ഇതും നമുക്ക് HCL ബ്രാൻഡിൻ്റെ AMDയിൽ വരുന്ന CPU ആണ്. ഇത് രണ്ടും നമുക്ക് കാഴ്ചക്ക് ഒരേപോലെ ഇരിക്കുമെങ്കിലും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ, ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു കിക്കായിട്ടുള്ളൊരു ടെസ്റ്റും ഇതിൻ്റെയൊക്കെ വില വിവരങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മളിതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന കുറച്ച് ഡെസ്ക്ടോപ്പുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലെനോവോയുടെയൊക്കെ. അപ്പോൾ അതിൽ നമുക്ക് ഇനിയും ഒരു 2-3-4 ഫുൾ സെറ്റുകൾ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ഞാൻ എന്തായാലും ആ വീഡിയോൻ്റെ തൊട്ട് മുമ്പ് ഞാനൊരു 4500 രൂപയുടെ ഒരു ഫുൾ സെറ്റ് ഡെസ്ക്ടോപ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ അതുപോലെ തന്നെ ഞാൻ ലെനോവോയുടെ ബ്രാൻഡഡ് PC നമ്മൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന H61 വെച്ചിട്ടുള്ള Core i3 CPUകൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതും നമുക്കൊരു 2-3-4 CPUകൾ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് വീഡിയോൻ്റെയും ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളത് കയറി കാണുക. അപ്പോൾ എനിവേ നമുക്ക് ഇതിൻ്റെ ഒരു ക്വിക്ക് ടെസ്റ്റും കാര്യങ്ങളും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മോണിറ്റർ, അതുപോലെ തന്നെ ഇതിൽ പ്രോസസ്സർ ഏതാണ്, ഇതിൽ SSD ആണ് ഇതിൽ 4 യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അഡീഷണൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എത്ര GB ആണ് എന്നൊക്കെയാണ്. എനിവേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്കിതിൽ ഓരോന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്ന ഡെല്ല് ബ്രാൻഡിൻ്റെ തന്നെ നമുക്ക് സ്ക്വയർ ടൈപ്പ് വരുന്ന മോണിറ്റർ കിട്ടാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റേറ്റ് എത്ര വരുന്നത്, അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് 90.5-ൻ്റെ ഏസർ ബ്രാൻഡിൻ്റെ മോണിറ്ററാണുള്ളത്, വൈഡ് ആംഗിൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോണത് ലെനോവോ ബ്രാൻഡിൻ്റെ CPU ആണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ ഏതാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ മദർ ബോർഡ് വരുന്നത്, ഇതിൻ്റെ ബാക്ക് പോർട്ട് കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഈ CPUൻ്റെ കൂടെ ചെക്ക് ചെയ്യാൻ പോണത് ഏസർ ബ്രാൻഡിൻ്റെ വൈഡ് ആംഗിൾ വരുന്ന 90.6 വരുന്ന മോണിറ്ററാണ്. ഈ ഒരു മോണിറ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ CPUൻ്റെ സ്പെക്ക് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നത് ലെനോവോ ബ്രാൻഡഡ് CPU ആണ്. ഈവൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ വരുന്നത് Core i5 സെക്കൻഡ് ജനറേഷൻ പ്രോസസ്സറാണ് വരുന്നത്. 3.30 GHz ആണ് പ്രോസസ്സറിൻ്റെ സ്പീഡ് കാര്യങ്ങൾ വരുന്നത്. DDR3 6GB റാമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് വിൻഡോസ് 10 Pro ആണ്, 64 ബിറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത് നമുക്ക് 128-ൻ്റെ ഐക്വിഷൻ്റെ SSD ആണ് വരുന്നത്. അഡീഷണൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒരു 1TB ഹാർഡ് ഡിസ്കും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ സ്പെക്ക് വരുന്നത്.
ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെസ്ക്ടോപ്പിൻ്റെ റേറ്റ് എത്രയെന്ന് പറയാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം CPU-ൻ്റെ റേറ്റാണ് പറയുന്നത്. മിക്ക ആളുകൾക്കും വീട്ടിൽ സ്മാർട്ട് TV ഉണ്ട്, നമുക്ക് മോണിറ്റർ കാര്യങ്ങളൊന്നും വേണ്ട, CPU മാത്രം മതി എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോന്നായിട്ടുള്ള റേറ്റ് പറയുന്നത്. ടോട്ടലി ഞാൻ മോണിറ്റർ കീബോർഡ് എല്ലാം പാടെ എത്രയാണ് വരിക എന്നുള്ളതും ഞാൻ അറിയിക്കുക. അപ്പോൾ ഞാൻ ആദ്യം CPU-ൻ്റെ റേറ്റാണ് പറയുന്നത്. CPU-ന് മാത്രം നമുക്ക് 8000 രൂപ വരുന്നുണ്ട്. 128-ൻ്റെ SSD 1TB ഹാർഡ് ഡിസ്കും. അതിൽ 128 SSD വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപ കമ്മിയാവും, 7000 രൂപ വരും. മോണിറ്റർ നമുക്ക് വരുന്നത് 1500 നമ്മൾ ഫുൾ സെറ്റിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ മാത്രമാണ് 1500, സെപ്പറേറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ 1700 വരും. അപ്പോൾ ടോട്ടൽ നമുക്ക് CPU, കീബോർഡ്, മൗസ് എല്ലാം പാടെ ഉൾപ്പെടുമ്പോൾ നമുക്ക് 9500 വരും. ഇതിൽ നമുക്ക് അഡീഷണൽ ഒരു കീബോർഡ് മൗസ് നമ്മൾ ഫ്രഷ് കൊടുക്കുകയാണെങ്കിൽ ഒരു 300 രൂപ എക്സ്ട്രാ വരും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 9800 രൂപ വരും. അങ്ങനെയാണ് ഈ ഒരു ഡെസ്ക്ടോപ്പിൻ്റെ റേറ്റ്. എൻ്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാനിതിൻ്റെ സ്പെക്ക് ഒന്നും കൂടി പറയാം. പിന്നെ Core i5 സെക്കൻഡ് ജനറേഷനാണ് പ്രോസസ്സർ വരുന്നത്. 128 SSD വരുന്നുണ്ട്, 1TB ഹാർഡ് ഡിസ്ക് വരുന്നുണ്ട്, DDR3 6GB ആണ് റാം വരുന്നത്. ലെനോവോ ബ്രാൻഡ് തന്നെ മദർ ബോർഡ്, അതിൻ്റെ പവർ സപ്ലൈ കാര്യങ്ങളൊക്കെ ബ്രാൻഡഡ് CPU-ൽ വരുന്ന അതേ രീതിയിൽ തന്നെയാണ്, നമ്മളൊന്നും കസ്റ്റം ചെയ്തിട്ടില്ല. മോണിറ്റർ വരുന്നത് പിന്നെ 90.5 വൈഡ് ആംഗിൾ വരുന്ന ഏസർ ബ്രാൻഡിൻ്റെ മോണിറ്ററാണ് വിത്ത് കീബോർഡ് മൗസ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത CPU ഏതാ നോക്കാം. എന്തായാലും മോണിറ്റർ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ CPU നമുക്ക് കൂടുതലും ഏസർ ബ്രാൻഡിൻ്റെ ഈ ഒരു സെയിം മോഡൽ തന്നെയാവും നമുക്ക് മറ്റുള്ള CPU-ൻ്റെ കൂടി. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഷട്ട് ഡൗൺ ചെയ്യാണ്. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് വീണ്ടും ഒരു ലെനോവോ ബ്രാൻഡഡ് CPU ആണ്. ഇതാണ് നമ്മൾ മുന്നേ ചെക്ക് ചെയ്തത്. രണ്ടും കാഴ്ചക്ക് ഒരേപോലെയാണെങ്കിലും ഇതിൻ്റെ ജനറേഷൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ ഓൺ ചെയ്യാം. ഭയങ്കര ചൂടാണ്. ഞാൻ രാത്രിയാണ് വീഡിയോ ചെയ്യുന്നത്. നമുക്കത് പകലാണെങ്കിൽ ഒന്നും കൂടി ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ക്യാമറയിൽ കാണും. നമുക്കത് ഫോക്കസ് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്ത കാരണമാണ് ഞാൻ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു CPU-ൽ ഞാൻ ജസ്റ്റ് വിൻഡോസ് മാത്രം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഡ്രൈവ് കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് വരുന്നത് Intel Core i3 4th ജനറേഷനാണ് പ്രോസസ്സർ വരുന്നത്. DDR3 4GB റാമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വിൻഡോസ് 10 Pro അതുപോലെ തന്നെ 64-bit. അപ്പോൾ ഇതും തമ്മിൽ എന്താണെന്ന് വെച്ചാൽ ഇത് 4th ജനറേഷനാണ്, ഇത് 2nd ജനറേഷനാണ്. ഇത് 64 പിന്നെ ബേസിൽ വരുന്ന മദർ ബോർഡാണ് ചിപ്സെറ്റ്. ഇത് നമുക്ക് 81 വരുന്ന മദർ ബോർഡാണ്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഹാർഡ് ഡിസ്ക് വരുന്നത് 128-ൻ്റെ SSD ആണ്. അതുപോലെ തന്നെ അഡീഷണൽ ഒരു 500 GB സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഹാർഡ് ഡിസ്ക് ഉണ്ട്. ബാക്കി ക്യാബിനറ്റ് ബാക്കിയുള്ള കാര്യം മദർ ബോർഡ് ഇതൊക്കെ ലെനോവോ ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓണാക്കുമ്പോൾ അതിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. സോ അപ്പോൾ ഇതിൽ നമുക്ക് ഇൻബിൽഡ് വൈഫൈ കാര്യങ്ങളൊക്കെ കേട്ടോ. അതിൽ നമുക്ക് അതൊന്നുമില്ല. ഇത് നമുക്ക് വരുന്നത് 81 ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4th ജനറേഷൻ i3 പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് വരാം. ഇതിന് നമുക്ക് CPU-ൽ മാത്രം നമുക്ക് 6000 രൂപ വരുന്നുണ്ട്. ഇതിന് നമ്മൾ SSD ഒഴിവാക്കുകയാണെങ്കിൽ 1000 രൂപ കമ്മിയാവും. ഇതിൻ്റെ കൂടെ നമുക്ക് മോണിറ്റർ, കീബോർഡ്, മൗസ് എല്ലാം പാടെ ആകുമ്പോൾ നമുക്ക് 7500 വരും. അതിൽ പിന്നെ 1500 മോണിറ്ററിന് വരിക, 300 രൂപ കീബോർഡ് മൗസും വരും. അങ്ങനെ നമുക്ക് പിന്നെ 7800 രൂപ ടോട്ടൽ പ്രൈസ് വരും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു CPU-ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാനത് ഷട്ട് ഡൗൺ ചെയ്യാണ്. നമ്മൾ ആ സ്ക്രീൻ ഓഫായിട്ട് തോന്നുന്നത് നമ്മളതിൻ്റെ പിന്നെ ഗ്രാഫിക്സ് ഡ്രൈവ് കാര്യങ്ങളൊന്നും എടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിവേ നമുക്ക് അടുത്ത CPU ഏതാ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏസർ ബ്രാൻഡിൻ്റെ CPU ആണ്. ഞാനിവിടെ പവർ ഓൺ ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന 4 CPU-ൻ്റെ അകത്ത് നമുക്ക് 128-ൻ്റെ SSD ഉണ്ട് കേട്ടോ.
ഇതും ഞാൻ ജസ്റ്റ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അത് കാരണമാണ് നമുക്കിവിടെ ഈ കോർണറിൽ നമുക്ക് ഒരു സെൻറ്ററിൽ മാത്രമായിട്ട് വിൻഡോസ് ഓൺ ആയിട്ട് വന്നുള്ളൂ. അതിൻ്റെ ഡ്രൈവ് കാര്യങ്ങളൊന്നും എടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇത് നമുക്ക് വരുന്നത് ഏസർ ബ്രാൻഡിൻ്റെ CPU ആണ്. ഇതിൻ്റെ സ്പെക്ക് വരുന്നത് പിന്നെ AMD A10 Pro സീരീസിൽ വരുന്ന പ്രോസറാണ്. 7850B എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസറാണ് വരുന്നത്. R7 ഗ്രാഫിക്സ് ഒക്കെ സപ്പോർട്ടാണ് റേഡിയോന്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള റാം വരുന്നത് DDR3 4GB റാമാണ്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് വിൻഡോസ് 10 Pro ആണ്, 64 ബിറ്റ്. ഈവൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 128 SSD ആണ്. സ്റ്റോറേജിന് വേണ്ടിയിട്ട് അഡീഷണൽ ഒരു 500GB ഹാർഡ് ഡിസ്ക് ഉണ്ട്. അങ്ങനെയാണ് ഈ ഒരു CPU-ൻ്റെ സ്പെക്ക് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ CPU-ൻ്റെ റേറ്റ് 6000 രൂപയാണ് CPU-ൻ്റെ റേറ്റ് വരുന്നത്. ഇതിൽ നമുക്ക് 128-ൻ്റെ SSD വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ 1000 രൂപ കമ്മിയാവും. മോണിറ്റർ, കീബോർഡ്, മൗസും നമുക്ക് 7500 രൂപ നമുക്ക് ടോട്ടൽ വരുന്നുണ്ട്. അതിൽ കൂടെ നമുക്ക് കീബോർഡ് മൗസും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഫ്രഷ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ യൂസഡ് ആണെങ്കിലാണ് ഞാൻ 7500 പറഞ്ഞത്. ഫ്രഷ് കീബോർഡ് മൗസ് ആണെങ്കിൽ എക്സ്ട്രാ ഒരു 300 രൂപയും കൂടി ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ 7800 രൂപ വരും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു CPU-ന് വിശേഷം. ഇനി അടുത്ത CPU നമുക്ക് ഏതാ നോക്കാം. നമുക്ക് ഒരെണ്ണം കൂടി പരിചയപ്പെടാണ്ട്. അപ്പോൾ നമുക്ക് ഈ CPU-ൻ്റെ ബാക്ക് പോർട്ട് കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ. ഇത് ഞാൻ മൗസ് വയർലെസ് മൗസാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഡോങ്കിളാണ്. അപ്പോൾ ഈ ഒരു CPU-ൻ്റെ ബാക്കിൽ വരുന്നത് നമുക്ക് 1 2 3 4 5 6 USB പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ PS2 വരുന്നുണ്ട്, ഒരു DVI പോർട്ട് വരുന്നുണ്ട്, ഒരു പിന്നെ VGA പോർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ട് നമുക്ക് 2 USB പോർട്ട് വരുന്നുണ്ട്, ഒരു ഓഡിയോ, ഒരു മൈക്ക് ഇൻപുട്ടും. അതുപോലെ തന്നെ ഞാൻ ആ ലെനോവോയുടെ CPU-ൻ്റെ ബാക്ക് ഞാൻ ഏത് രീതിയിലാണ് കാണിക്കാൻ മറന്നു. അപ്പോൾ ലെനോവ CPU-ൻ്റെ ബാക്ക് പോർട്ട് കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് വരുന്നുണ്ട്. 2 പിന്നെ ബ്ലൂ വരുന്ന 3.1 2 USB പോർട്ട് വരുന്നുണ്ട്, നോർമൽ 2 USB പോർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ HDMI വരുന്നുണ്ട്, VGA വരുന്നുണ്ട്. ഇത് നമ്മളുടെ CPU അതെന്ന് വെച്ചാൽ 4th ജനറേഷൻ i3 പറഞ്ഞ CPU ആണ് കേട്ടോ. പിന്നെ H81 വരുന്ന 4th ജനറേഷൻ CPU ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ 2 പിന്നെ USB പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു CPU കൂടി പരിചയപ്പെടാനുണ്ട്, അതുകൂടി പരിചയപ്പെടാം. അതിന് ശേഷം നമുക്ക് എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്യാം. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് HCL ബ്രാൻഡിൻ്റെ ഒരു CPU ആണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട മറ്റ് 3 CPU ഒക്കെ സെയിം മദർ ബോർഡും സെയിം ബ്രാൻഡിൻ്റെ തന്നെ കമ്പനി ഏത് രീതിയിൽ ഇറക്കിയിട്ടുള്ള ക്യാബിനറ്റ് ആ ഒരു ക്യാബിനറ്റിനാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ പവർ ഓൺ ചെയ്യാണ്. ഇത് നമുക്ക് വരുന്നത് AMD ആണ് പിന്നെ പ്രോസറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഏതാണ് പ്രോസർ, ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള റാം ഏതാണ്, ഹാർഡ് ഡിസ്ക് ഏതാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാതിൻ്റെയും സെയിം ബ്രാൻഡ് കമ്പനി ഏത് രീതിയിലാണോ മദർ ബോർഡ് ആ ഒരു മദർ ബോർഡ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും HCL-ൻ്റെ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ ഞാൻ പറഞ്ഞായിരുന്നു AMD A8 സീരീസിൽ വരുന്ന പ്രോസറാണ് വരുന്നത്. 5500 ആണ് പ്രോസർ. റേഡിയൻ HD ഗ്രാഫിക്സ് ആണ് വരുന്നത്. 3.20 GHz ആണ് പ്രോസറിൻ്റെ സ്പീഡ് കാര്യങ്ങളും വരുന്നത്. DDR3 4GB സിംഗിൾ റാമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് വിൻഡോസ് 10 Pro 64 ബിറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് 128-ൻ്റെ SSD ആണ്. 500GB അഡീഷണൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒരു ഹാർഡ് ഡിസ്കും ഉണ്ട്. അപ്പോൾ ഇത് CPU-ൻ്റെ റേറ്റ് മാത്രം വരുന്നത് 6000 രൂപ വരുന്നുണ്ട്. വിത്ത് മോണിറ്റർ കൂടെ ആകുമ്പോൾ 7500 രൂപ വരും. കീബോർഡ് മൗസ് ആകുമ്പോൾ 7800 രൂപ വരും. ഇതിൻ്റെ പ്രോസർ വരുന്നത് AMD 8 സീരീസിൽ 5500 പ്രോസറാണ്. റേഡിയൻ HD ഗ്രാഫിക്സും ആണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ള 4 ഡെസ്ക്ടോപ്പുകൾ നമുക്ക് സെയിലിനുള്ളതാണ്.
ഇത് നമ്മൾ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വല്ലപ്പുഴ എന്ന സ്ഥലത്താണ്. നമുക്കിത് പിന്നെ കൊറിയർ അവൈലബിൾ ആണ്. കൊറിയർ നമുക്കൊരു എക്സ്ട്രാ ഒരു 300 റുപ്പീസ് നമുക്ക് കൊറിയർ ചാർജ് വരും. അതല്ല നമുക്കൊരു 19 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലുള്ളതാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഓഫീസിലോ വീട്ടിലോ വന്നിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെയാണ്. അപ്പോൾ നമ്മളിത് ഏത് രീതിയിലൊക്കെയാണ് ഇത് എപ്പോഴാണ് സോൾവ് ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ എന്തായാലും കമൻറ്റ് ബോക്സ് നോക്കുക. നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്തിടുന്നത് ഏതൊക്കെ നിലവിലുള്ളത് എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കോൾ ചെയ്യുകയും ചെയ്യുക. സോ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. ബൈ.